നിങ്ങൾക്കറിയാമോ ശരീരത്തിന്റെ ഭാരം കുറയുന്നതോടൊപ്പം അലർജിയുടെ ബുദ്ധിമുട്ടുകളും കുറയുമെന്ന്? എങ്ങനെയാണെന്നല്ലേ? നമ്മൾ തടി കുറയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ, അതായത് നീർക്കെട്ട് നല്ല രീതിയിൽ കുറയുന്നുണ്ട്. അങ്ങനെ നീർക്കെട്ട് കുറയുന്നതിലൂടെ നമുക്ക് അലർജി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് രോഗപ്രതിരോധ ശേഷി നല്ല രീതിയിൽ ബാലൻസ് ആയിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെ ബാലൻസ് ആവുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു അലർജി നമ്മുടെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാലും അതിനെതിരെ ഓവറായിട്ട് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യാതെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അലർജി ഉണ്ടാവുന്നതിനുള്ള ആ ഒരു സാധ്യത വളരെ നല്ല രീതിയിൽ കുറയുന്നു. തടി കുറയുമ്പോൾ നല്ല രീതിയിൽ മൂക്കടപ്പൊക്കെ കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൂക്കിലൂടെ ശ്വാസം എടുക്കാനും നല്ല രീതിയിൽ അവർക്ക് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ കാരണം അവർക്ക് നല്ല രീതിയിൽ രാത്രി ഉറക്കം ലഭിക്കുന്നു. അലർജിയുള്ള അധികം ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ. രാത്രി ഉറക്കത്തിൽ മൂക്കടഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഞെട്ടി ഉണരുക എന്നുള്ളത്. ആ ഒരു കാര്യം ഈ തടി കുറയ്ക്കുന്നതിലൂടെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം തടി കുറയുന്നതിലൂടെ നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി പ്രവർത്തിക്കുന്നു, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു, അതോടൊപ്പം തന്നെ എയർവേ ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. കൂടാതെ നല്ല രീതിയിൽ ശ്വാസം എടുക്കാനും അലർജിയുടെയും ആസ്മയുടെയും ബുദ്ധിമുട്ടുകളൊക്കെ നല്ല രീതിയിൽ കുറയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓവർ വെയിറ്റ് ആണെങ്കിൽ ആ വെയിറ്റ് ആദ്യം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അലർജിയുടെ ബുദ്ധിമുട്ടുകൾ തനിയെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്. അതിന് വേണ്ടിയിട്ട് വ്യായാമം ചെയ്യുക, ഡെയിലി കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കൺട്രോൾ ചെയ്തിട്ട് പോവുക. അതുപോലെ തന്നെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് നല്ലൊരു ഓപ്ഷനാണ്, അത് ഫോളോ ചെയ്യുക. മാനസികമായ സമ്മർദ്ദങ്ങളൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കുക. നല്ല ഉറക്കം കിട്ടുന്നതോടൊപ്പം ഈ രോഗപ്രതിരോധ ശേഷി കൂടുതലായിട്ട് വർദ്ധിക്കുകയും അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നു.